ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മട്ടൻ ചുക്കയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മട്ടൻ ചോപ്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പീസുണ്ട്. അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് മട്ടൻ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ചെറിയ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മട്ടൻ വേവാനായിട്ട് കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് ചെറിയ ജീരകം, 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. 3 കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നമുക്ക് ചെറുതായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വറ്റൽമുളകും ഏലക്കയും കറുവപ്പട്ടയും കൂടെ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്ത് ലാസ്റ്റ് നമ്മൾ ജീരകവും കൂടി ചേർത്തിട്ട് ചൂടാക്കി എടുക്കണം. ആദ്യം ജീരകം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ആ ഒരു മണം നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനി തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് വറുത്തെടുക്കണം. അപ്പോൾ എൻ്റെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി ഞാനത് നമ്മുടെ മട്ടൺ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയുണ്ട്. ഞാനൊരു 2 സവാളയാണ് എടുത്തേക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയൊന്ന് പകുതി വാടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ പകുതി വാടിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ ഒരു ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെയൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചതയ്ക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഞാനിതാ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടി 1 സ്പൂണ് ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി അല്പം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടി മൂപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി നമുക്ക് നന്നായിട്ട് വെന്ത് നല്ല വെള്ളമെല്ലാം വറ്റി ഡ്രൈ പരുവത്തിലായി വരണം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പൊടിയില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മളിത് നന്നായിട്ട് തിളച്ച മസാലയൊക്കെ
പീസിലേക്കൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് ഇതേ നമ്മുടെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഡ്രൈ പരുവത്തിലായി വരുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. അങ്ങനെ ദേ നമ്മുടെ മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിതുപോലെ മട്ടൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക.